മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരം. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലായിട്ടില്ല. ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നതിനായി ഡോക്ടേഴ്സിന്റെ വിദഗ്ധ സംഘത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നിയോഗിച്ചു. ശ്രീജിത്തുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് തത്സമയ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഒരാഴ്ച പിന്നിടുന്നു VS അച്യുതാനന്ദൻ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിട്ട്. ഇപ്പോഴത്തെ ആരോഗ്യനില എങ്ങനെ? ഗോകുൽ, കഴിഞ്ഞ തിങ്കളാഴ്ച ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ രക്തസമ്മർദ്ദവും ഒപ്പം തന്നെ വൃക്കകളുടെ പ്രവർത്തനവും സംബന്ധിച്ചാണ് കാര്യമായ ആശങ്കയുള്ളത്. ഡയാലിസിസ് നടക്കുന്നുണ്ട്. അതും തുടർന്ന് രക്തസമ്മർദ്ദവും അതോടൊപ്പം തന്നെ വൃക്കകളുടെ പ്രവർത്തനവും മെച്ചപ്പെട്ട നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഡോക്ടർമാർ പ്രകടിപ്പിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിലെ 7-അംഗ മെഡിക്കൽ സംഘം ഇവിടെ എത്തി അദ്ദേഹത്തിൻ്റെ ചികിത്സാ രീതികൾ അവലോകനം ചെയ്തിരുന്നു. നിലവിലുള്ള ചികിത്സ തുടരട്ടെ എന്നാണ് അദ്ദേഹത്തിന് ഇവിടെ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അദ്ദേഹത്തിന് ഇപ്പോൾ ആശങ്ക ഉണ്ടാക്കുന്ന മറ്റൊരു കാര്യം, അദ്ദേഹത്തിന് അണുബാധയും ഉണ്ടായിട്ടുണ്ട്. ഇത് അപകടകരമായ ഒരു സ്ഥിതിയാണുള്ളത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വെന്റിലേറ്റർ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയും ചെയ്യുന്നു. ശരി, ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.